السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഷറഹ് റാത്തീബിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, 38ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഖദർ, ഖലാഇ, ഇറാദത്ത് ഇതിനോടനുബന്ധിച്ച് വന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഅ്തസിലത്തുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ജബരിയത്തിന്റെ മദ്ഹബും പറയുകയുണ്ടായി. ഇനി അതിന്റെ ബാക്കി തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുല്ലാഹ് ബിൻ അലിബിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്ന പല വാക്യങ്ങൾ, അതിന്റെ ബാക്കി ഭാഗം തുടരുകയാണ്. വഖാല റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വ അമ്മൽ ജബരിയ്യത്തുൽ മുഹ്തജ്ജൂന അലല്ലാഹി, അല്ലാഹുവിന്റെ മേലിൽ ലക്ഷ്യം പിടിക്കുന്നതായ ജബരിയാക്കൾ, ഫഇദാ ഖാമ അഹദുഹും ലിൽ മഅസിയ്യത്തി മുഹ്താറൻ, തന്നിഷ്ടപ്രകാരം തെറ്റിലേക്ക് ഒരാൾ നിന്നാൽ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ, ചെയ്യുന്ന തെറ്റ് തന്നിഷ്ടപ്രകാരമാണ്, തെരഞ്ഞെടുത്ത് ചെയ്യുകയാണ്. എന്നിട്ട് വഖാല, അവൻ പറയുകയും ചെയ്താൽ, ഇന്നമാ അഖാമനില്ലാഹു ലഹ, ആ തെറ്റിലേക്ക് അള്ളാഹുവാണ് എന്നെ നിർത്തിത്തന്നത് എന്ന് പറയുകയും ചെയ്താൽ, മനസ്സിലാക്കണം, ജബരിയത്ത് പറയുന്നത് എന്താണ് ലക്ഷ്യം? അവർ ചെയ്ത പണി, ഒരു തെറ്റ് അവർ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തു, അതാണല്ലോ മുഖ്താർ. അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുമുണ്ട്, അതാണ് ഇഖ്തിയാർ. ആ ഇഖ്തിയാർ പ്രകാരം തെറ്റ് തെരഞ്ഞെടുത്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ ന്യായം പറയുന്നത് എന്താ? ഈ തെറ്റ് ചെയ്യുവാൻ അള്ളാഹു എന്നെ നിർത്തി, അങ്ങനെ ഞാൻ ചെയ്തു എന്നതാ. അള്ളാഹുവിന്റെ മേലിൽ കുറ്റം ചാർത്തുന്ന പണിയാണ് ജബരിയത്ത് ചെയ്തത്. ഇങ്ങനെ വന്നാൽ ഫനഖൂൽ ലഹു, ഈ മരമണ്ടൂസനോട് നമ്മൾക്ക് പറയാനുള്ളത്, തക്ദീബുൻ അലല്ലാഹ്, ഇവൻ കളവാണ് അള്ളാഹുവിന്റെ മേൽ പറഞ്ഞത്. നീ കളവ് പറയുന്നുടോ, തക്ദീബു അലല്ലാഹ്, നീ അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുന്നു. കാരണം ഇന്നല്ലാഹ നഹാക അൻഹ, ആ തെറ്റിനെ തൊട്ട് അള്ളാഹ് നിന്നോട് വിരോധിച്ചതാ. വലാ നറാക, നിന്നെ നമ്മൾ കാണുന്നുമില്ല, മുക്റഹൻ അലൈഹ, ആ തെറ്റിന്റെ മേൽ നിർബന്ധിപ്പിക്കപ്പെട്ടതായിട്ട് ഞങ്ങൾ നിന്നെ അഭിപ്രായപ്പെടുന്നില്ല. അങ്ങനെ ഒരു സംഗതി ഇവിടെ സാഹചര്യം കാണുന്നില്ല. നിർബന്ധിതാവസ്ഥയെ തെറ്റ് ചെയ്യാറുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. തെറ്റ് അല്ലാഹു തആല നിന്നോട് തടഞ്ഞിട്ടുമുണ്ട്. വമൻ ഖാല ലക ഇഫ്അൽഹ, നിന്നോട് ഈ തെറ്റ് ചെയ്യുവാൻ പറഞ്ഞതായി ഞങ്ങൾ ആരെയും കണ്ടിട്ടുമില്ല. നിന്റെ സ്വയിഷ്ടപ്രകാരം നീ തെറ്റ് ചെയ്തതാ. എന്നിട്ട് അല്ലാഹു തആല ആ തെറ്റിലേക്ക് എന്നെ നിർത്തി നീ പറയുന്നത് കള്ളമാണ്. വലാകിന്നല്ലാഹ തറകക മിൻ ഹിഫ്ളിഹി, ഇവിടെ ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, നീ അപകടത്തിൽ പിണങ്ങിയിരിക്കുകയാണ്, നിന്റെ വിശ്വാസവും ശരിയല്ല. അല്ലാഹു തആലാന്റെ സൂക്ഷിപ്പിലായി നിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ അല്ലാഹു തആല ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ അല്ലാഹുവിന്റെ കാവലിലോ സൂക്ഷിപ്പിലോ നോട്ടത്തിലോ നീ ഇല്ല. അപ്പോൾ ആര് പോയി? അല്ലാഹു തആലാനെ വിട്ട് നീ പോയപ്പോൾ, അള്ളാഹ് നിന്നെ കൈവെടിഞ്ഞപ്പോൾ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി, അപകടത്തിൽ ചാടിക്കുവാൻ വേണ്ടി വന്നവൻ, ഫഅഖദ ബിയദിക, നിന്റെ കരത്തെ പിടിച്ചു. ആര്? ശൈത്വാൻ, ജന്മശത്രുവായ പിശാച് വന്ന് നിന്റെ കൈ പിടിച്ചു. വജറക ഇലൈഹ, ഈ പറയുന്ന നൂതനവാദത്തിലേക്ക് അവൻ നിന്നെ നടത്തുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതാണ് നിന്റെ വാദം. അപ്പൊ നീ പറയുന്നത് ശൈത്താനിയായ വചനമാണ്, ഇലാഹിയായ വചനമല്ല, ഇലാഹിയായ നിയമവുമല്ല എന്നാണ്. ഇത്തരം പൊള്ളവാദവുമായി വരുന്ന ജബരിയത്തിനെ പോലത്തെ വിദണ്ഡവാദങ്ങൾ നടത്തുന്ന ബിദ്അത്തുകാരോട് നമുക്ക് പറയാനുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു നമ്മോട് പറയുന്നത്. തീർന്നില്ല, മഹാൻ തുടരുകയാണ്. വഖാല റളിയല്ലാഹു അൻഹു, മഹാൻ പറയുന്നു, ലാ യജൂസു ലിൽ ഇൻസാനി അൻ യഹ്തജ അലല്ലാഹി ബിൽ ഖലാഇ വൽ ഖദർ, ഖലാഇ ഖദർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ ലക്ഷ്യം പിടിക്കുവാൻ ഒരു മനുഷ്യനും അനുവദനീയമല്ല. പിന്നെന്താ? ബൽ യുഅ്മിനു ബിദാലിക, ഖലാഇ ഖദർ എന്നതുകൊണ്ട് അവൻ വിശ്വസിക്കുകയാണ് വേണ്ടത്. വയജിത്തഹിദു, എന്നിട്ട് നല്ലോണം അവൻ അധ്വാനിക്കണം. വയഖ്താറുൽ അഹ്സന, നല്ലത് അവൻ തെരഞ്ഞെടുക്കുകയും വേണം. അത്താ യഗ്ലിബ
അവൻ വിജയിക്കുന്നത് വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഖലാവും ഖദറും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് പരിശ്രമിക്കുക. അല്ലാതെ വെറും ഖലാവും ഖദറും എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം ചെയ്യുക എന്നതല്ല. വഖദ് അല്ലമക അല്ലാഹുൽ ഖലാഅ വൽ ഖദർ, ഖലാ എന്ന് ഖദർ എന്ന് അല്ലാഹു തആല നിനക്ക് പഠിപ്പിച്ച് തന്നല്ലോ ഇല്ലേ? ഖുർആനിലൂടെയും അതിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹിയും അതിനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫഖുദ് ബിഹി, അതനുസരിച്ച് നീ ജീവിച്ചോ പിടിച്ചോ. കാരണം അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ് നിനക്ക് അള്ളാഹു തആല സ്വയഷ്ടപ്രകാരം നൽകുക എന്നുള്ളതും. അതും അള്ളാഹുവിന്റെ ഫീലാണോ. ഫമാദാ തഹ്തജു ബിഹി, പിന്നെ എന്തുകൊണ്ടാ അള്ളാഹിന് ഇതിൽ തെക്ഷം പിടിക്കുക? ഒക്കെ അള്ളാഹ് ചെയ്തതല്ലേ, പിന്നെ എന്ത് പരിപാടാ അള്ളാഹും ഖദറും മാത്രം പറഞ്ഞു തീർക്കണത്? ഇനി ഉദാഹരണം പറഞ്ഞു തരാം നിനക്ക്. എന്താ പറയേണ്ടത്? നിന്റെ വാദം പൊളിക്കാം. നീ പറയുന്നതൊന്നും ശരിയല്ല. ഉദാഹരണം മനസ്സിലാക്കാം. ഇദാ ഹളറത് ത്വആമു ഇൻദക വ അൻത ജാഇഉൻ, നിനക്ക് ഭക്ഷണം വന്നു, നീ നല്ല വിശപ്പുള്ള ഒരാളാണ്. എടാ മണ്ട എന്നാ നമ്മൾ പറയേണ്ടത്. അത്രയും ഗൗരവമാണ് ഈ വിഷയം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഖലാവും ഖദറും പറയണ്ടല്ലോ ഇവിടെ. നിന്റെ മുന്നിൽ ഭക്ഷണം വന്നു, നീ നല്ല വിശപ്പുള്ള ഒരാളാ. ആ സമയത്ത് ഖസദക അദുവ്വു മിൻ സബ്ഇൻ വ ഗൈരിഹി, സബ്അ അല്ല സബ്ഉൻ വ ഗൈരിഹി, പിടിമൃഗമോ അല്ലാത്തതോ ശത്രു നിന്റെ കരുതി വന്നു. വ മഅക സിലാഹുൻ, ആ ശത്രുവിനോട് നേരിടാനുള്ളതായ ആയുധം നിന്റെ കയ്യിലുണ്ട്. വ അൻത ഖാദിറുൻ, നിനക്കാണെങ്കിൽ അതിന് കഴിവുമുണ്ട്. അവ ഭക്ഷണം മുന്നിൽ വന്നിരിക്കെ നല്ല വിശപ്പുള്ള സമയം. ആ സമയത്താണ് ഒരു ശത്രു നിന്നെ പിടികൂടാൻ വന്നത്. സിംഹമാവട്ടെ പുലിയാവട്ടെ എന്തോ ആവട്ടെ, അങ്ങനെ നിന്നോട് നേരിടുകയാണ് ശത്രു. നിന്റെ കയ്യിൽ അവനെ തള്ളിടാൻ ആയുധമുണ്ട്, എന്നിരിക്കെ നിനക്ക് കഴിവുമുണ്ട്. ഈ രൂപത്തിൽ ഫതുർക്കുദാലിക, ഇതൊന്നും പ്രയോഗിക്കാതെ അവിടെ ഇങ്ങനെ മിണ്ടാതെ കുത്തിരിക്കുക, എന്നിട്ട് ഇതൊക്കെ ഒഴിവാക്കുക. വലാ തുഅ്കുലു, നീ തിന്നുന്നില്ല. വലാ തുഖാത്തിലു, ഈ ശത്രുവിന് നീ പടവെട്ടുന്നുമില്ല. എന്നിട്ട് വതഖൂലു, നിന്റെ വായ പൊളത്തിയിട്ട് നുണ പറയുന്നു. ഇൻ ഖദ്ദറല്ലാഹു അലയ്യ ഷൈഅൻ ഹുവ യകൂൻ, നിശ്ചയം എന്താണ്? ഇൻ ഖദ്ദറല്ലാഹു അലയ്യ ഷൈഅൻ, വല്ല വസ്തു അല്ലാഹു തആല എന്റെ മേൽ കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഇതാ ഉണ്ടാവുക തന്നെ ചെയ്യും. ഫഹുവ ഖദ്ദറ ലക, എന്താ മനസ്സിലായോ? ഇതുണ്ടാവുമെന്ന് പറഞ്ഞു കാണ്ടേ ഒന്നും ചെയ്യാതെ കുത്തിരിക്കുക. ഇവ പൊട്ടനല്ലാതെ പിന്നെ എന്താ പറയാ? വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, കഴിച്ചില്ല. ശത്രു വന്നാൽ നേരിടണം, അതിനുള്ള എല്ലാ സജ്ജീകരണവും ഒക്കെ ഉണ്ട്. എന്നിട്ട് മിണ്ടാതെ ഒഴിഞ്ഞിങ്ങനെ കുത്തിരിക്കുക. ഇത് വടുവായുത്തവും പൊണ്ണവാദവും അല്ലാതെ എന്ത് പറയാനാ? ഫഹുവ ഖദ്ദറ ലക, അള്ളാഹു നിനക്ക് കണക്കാക്കി തന്നിട്ടുണ്ടടാ. ബിഅൻഅഅതാക, എങ്ങനെയാണ് ഇഖ്തിയാറ വൽ ഖുദ്റത, നിനക്ക് സ്വതന്ത്ര ബുദ്ധിയും നല്ല തെരഞ്ഞെടുക്കാൻ കഴിവ് അല്ലാഹു തആല നിനക്ക് നൽകി. അതുപോലെ നേരിടാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹ് നൽകിയില്ല നിനക്ക്. നിന്റെ കഴിവ് ഉപയോഗിച്ചോ? നീ ഇവിടെ ശത്രുവിനെ തുരത്തി ഓടിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം നിന്റെ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നീ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ അല്ലാഹു തആല നിനക്ക് നൽകിയിട്ട് നീ അതൊക്കെ ഒഴിവാക്കി അല്ലേ? വലിയ ഖലാവും ഖദറും വിശ്വസിക്കുന്നവൻ. അപ്പൊ ഇങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. പിന്നെ എന്ത് വേണം? അതൊക്കെ ഉണ്ട് എന്നതോടൊപ്പം പരിശ്രമിക്കണം. അപകടത്തിൽ ചാടുകയല്ല വേണ്ടത്, അപകടത്തിൽ രക്ഷപ്പെടുക. അതിനുള്ള വഴി ഉണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഫസ്സലക, അള്ളാഹു നിനക്ക് വിശദീകരിച്ച് തന്നില്ലടോ. അൻവാഅൽ ഖൈരി വശർറ്, നന്മ തിന്മ ഏതൊക്കെയാണെന്ന് വകതിരിച്ച് തന്നില്ലേ? ഇതിനെ തിന്മന്റെ വഴി തെരഞ്ഞെടുത്തിട്ട് അള്ളാന്റെ ഖലാ ഖദർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലതും ഏറ്റവും മോശമായതും അതും നിനക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാകത്തുക നിനക്ക് വേണ്ടത്, ഞാൻ പറയുന്നത് ഫജ്തഹിദ്, എന്റെ സഹോദര നീ അധ്വാനിക്കണം. അന്ത, നീ തന്നെ നല്ലോണം പരിശ്രമിക്ക്. എന്നിട്ട് നല്ലത് ഏതാണോ നല്ലോണം സൂക്ഷിക്ക്. വല്ലാ തജ്ലിസ്, ഇരിക്കല്ലടോ. കാരണം പറയല്ലേ, പല ഞൊണ്ടിഞ്ഞായങ്ങളും പറഞ്ഞ് അധ്വാനിക്കാതെ ഇരിക്കല്ലേ, തടി മെനങ്ങാതെ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ല എന്നതുപോലെ വെറുതെ കുത്തിരിക്കുക, എന്നിട്ട് തോന്നിവാസം ചെയ്യുക. ഒക്കെ ഖലാ ഖദർ എന്ന് പറഞ്ഞ മൂലൊക്കെ കുത്തിണ്ടാ മതി. എന്നാ ചോറ് തൊള്ളിലാവുമോ? അരി കിട്ടുവോ? കച്ചവടത്തിനാ ചെയ്യണത്? എന്തിനാ കൈക്കോട്ട് ഇളക്കണത്? കൃഷി എന്തിനാ വണ്ടി, എന്തിനാ യാത്ര? അവിടെ മൂലൊക്കെ കുത്തിണ്ടാ പോരെ? ഇത്തരം ആൾക്കാരൊക്കെ പൊണ്ടന്മാരും പൊള്ളവാദവും എന്നല്ല എന്ത് പറയാനാ? ഇതല്ല ഖലാവും ഖദറും. അത് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, അതാണ് വേണ്ടത്. അതിനുള്ള തന്റെ ഇടവും കഴിവൊക്കെ അള്ളാഹ് തന്നിട്ടുണ്ട്. അതും അള്ളാന്റെ പ്രവൃത്തിയാ.
അത് ചെയ്തിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യും, ശിക്ഷയുണ്ടാവും, കൂലി ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഉദാഹരണ സഹിതം ഈ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവർ നമുക്ക് നൽകിയ പാഠം. വമാ ജാഅ ഫീ ത്വലബിർ റിളാ ബിൽ മഖ്ദൂർ. ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണെന്ന് മഹാൻ പറയുന്നു. ബാക്കി കണക്കാക്കപ്പെട്ടത് എന്തോ അതുകൊണ്ടുള്ള പൊരുത്തത്തെ തേടുന്നതിൽ വന്നത് അങ്ങനൊന്നുണ്ടല്ലോ. അള്ള എന്താണോ കണക്കാക്കിയത് എങ്കിൽ ആ കണക്കാക്കപ്പെട്ടതിനെ തൃപ്തിപ്പെടുക, അതിനെ തേടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതോ അതിന് പേടിക്കണ്ട, കണക്കാക്കപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെടണം. അതെന്താ അറിയോ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി ഉമൂർ ദുനിയ, ദുന്യാവിന്റെ കാര്യങ്ങളില. അതേതാണ്? വി ഫഖ്രി, ദാരിദ്ര്യം, ഔ ഗിനൻ അല്ലെങ്കിൽ ഐശ്വര്യം, ഔ റിബീൻ അല്ലെങ്കിൽ ലാഭം, വി തിജാറത്തിൻ കച്ചവടത്തില്, ഔ ഖുസ്റാൻ അല്ലെങ്കിൽ നഷ്ടം, ഔ മറദിൻ അല്ലെങ്കിൽ രോഗം, ഔ സിഹത്തിൻ അല്ലെങ്കിൽ ആരോഗ്യം, ഔ മൗത്ത് അല്ലെങ്കിൽ മരണം, വ അംസാലി ദാലിക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാ. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ള കണക്കാക്കിയതാണ് ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. രോഗം ഉണ്ടാക്കാത്തത് എന്താ? ഉണ്ടാക്കിയത് അള്ളയല്ലേ. ആരോഗ്യമുള്ള തടിക്ക് അള്ളാഹു രോഗം നൽകി. ഇത് അള്ളാന്റെ ഖദറല്ലേ, അത് പൊരുത്തപ്പെടുക രോഗം നൽകിയാൽ. കച്ചവടം നമ്മൾ ചെയ്തു, നട്ടം വന്നു, അത് അള്ള കണക്കാക്കിയതല്ലേ, അങ്ങനെ സ്വീകരിക്കുക. അത് അള്ള കണക്കാക്കിയത് നമ്മൾ പരിശ്രമിച്ചല്ലോ, പക്ഷെ ഇതാണ് അള്ളാന്റെ കണക്ക്, അങ്ങനെ തൃപ്തിപ്പെടാനാ പറഞ്ഞത്. ലാഭം കിട്ടി, അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന കണക്കതാണ്. മരിച്ചു, അങ്ങനെ തന്നെ. ഇങ്ങനെ ദുന്യാവിലുണ്ടാകുന്ന ദാരിദ്ര്യം, ഐശ്വര്യം, ലാഭം, നഷ്ടം, രോഗം, ആരോഗ്യം, മരണം, ഇതുപോലത്തെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദുനിയാവിൽ കണക്കാക്കപ്പെട്ടതാണല്ലോ. അത്തരം കാര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുക അത് മഖ്ദൂറാണ്. ആ മഖ്ദൂർ കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് മഖ്ദൂർ കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ തേടുന്നതിൽ വന്നതുകൊണ്ട് മനസ്സിലാക്കുക. അല്ലാതെ ലാ ബി അൻ തർലാ ബി തർക്കി വാജിബൻ, നിർബന്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നിട്ട് തൃപ്തിപ്പെട്ടു തീർക്കലല്ല, അത് അപകടല്ലേ. അല്ലെങ്കിൽ ലൗ ഫീൽ മുഹറമിൻ, ഹറാമായ കാര്യമൊക്കെ ചെയ്യുക, എന്നിട്ട് അള്ള കണക്കാക്കിയതല്ലേ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാ, അത് ന്യായമല്ല. അള്ള കണക്കാക്കിയ നേരത്തെ പറഞ്ഞു, ഇതും അള്ളാന്റെ കണക്കാണെങ്കിൽ ഇങ്ങനെയല്ല. അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട്, അമ്രുണ്ട്. ആ അമ്രിന് അനുസരിക്കുക തന്നെ വേണം. അതിന് തെക്കിലീവും തന്നിട്ടുണ്ട്, ഇഖ്തിയാറുമുണ്ട്, കുതിരത്തുണ്ട്, അക്കിനൊക്കെ തന്നിട്ടുണ്ട്. അതാണ് ഉപയോഗിക്കേണ്ടി വരും. അവിടെ മഖ്ദൂറ എന്നും പറഞ്ഞ് പൊരുത്തപ്പെട്ട് കുത്തുന്ന ആണ് ചെല്ലുമ്പോ വിവരം അറിയും. ഇന്നല്ലാഹ തആല, നിശ്ചയമായിട്ടും അല്ലാഹു തആല, ലാ യർലാനി ഇബാദിഹിൽ കുഫ്ര, അള്ളാന്റെ അടിയങ്ങൾക്ക് സത്യനിഷേധത്തെ അള്ളാഹുത്തിന് ഇഷ്ടപ്പെടൂല. എന്നിട്ട് മഖ്ദൂറ എന്ന് കാഫറാവല. വകദാലിക ഫുറൂഹു, അതുപോലെ തന്നെയാണ് അതുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം ശാഖകളുണ്ടോ അതൊന്നും അള്ളാഹു തആലക്ക് ഇഷ്ടമില്ല. കുഫ്റ്, തെറ്റ്, തമ്മാടിത്തം, ഇതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അള്ളാന്റെ ഖദറാണ്, പക്ഷേ അത് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഇന്ദഹ കലാമുഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞ കലാം ഇവിടെ അവസാനിച്ചു. ഇത്രയും വാക്കുകൾ ബഹുമാനപ്പെട്ടവർ നമ്മോട് പറഞ്ഞു. ഓഹുവ നഫീസു ജിദ്ദ, ഇത് വളരെയധികം മുന്തിയ സാധനമാണ്, വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. ഹഖഹു, അതിന്റെ യഥാർത്ഥം പോലെ ചിന്തിച്ച് മനസ്സിലാക്കിക്കോ. വയന്ന മാതിരി ചിന്തിക്കരുത്, നല്ലോണം ചിന്തിക്കണം. എന്നാൽ തഅരിഫ് സഅത ഇൽമിഹി, അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടവരുടെ ആ ഇൽമിന്റെ വിശാലത എത്രയെന്ന് നിനക്കറിയാൻ കഴിയും. ഓ ദിഖത്ത ഫഹ്മിഹി, അദ്ദേഹം മനസ്സിലാക്കിയത് എത്രയാണോ അതിന്റേതായ ഉൾക്കാമ്പും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും നല്ലൊരു സംഗതിയാണ്, നല്ലോണം ചിന്തിച്ച. വലഹു ഫീ ഹാദൽ മഅന, ഈ ഒരു ആശയം വിവരിക്കുന്നതിൽ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടവർക്കുണ്ട് കലാമുൻ കസീർ, ഒരുപാട് വിഷയം, ഇത് ഒരുപാട് സംസാരം ഇതിനെ കുറിച്ച് തന്നെയുണ്ട്. ഹദഫിനാഹു, അതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ചുരുക്കിയിട്ടു. ഇഖ്തിസാറൻ, നമ്മൾ ചുരുക്കിക്കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞത്. മഹാൻ പറഞ്ഞത് മുഴുവൻ ഉദ്ധരിച്ചാൽ ശറഹ് ഒന്നും മതിയാവൂല, രണ്ടും മതിയാവൂല, എത്രയോ പറയേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഇഹ്യാ ഉലൂമിലും മറ്റു പല ഗ്രന്ഥങ്ങളിലൂടെ പരിശോധിച്ചാൽ തന്നെ കുറെ കിട്ടും. എന്ത് ഖദർ ഖലാനെ കുറിച്ചുള്ള വിവരണം. ഇന്ദഹ മാ അറദ്നാഹു നഖലഹു മിൻ കിതാബി സബീലുൽ ഹിദായത്തി വർ-റശാദി. സബീലുൽ ഹിദായത്തി വർ-റശാദി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അത് ആർക്കുള്ളതാണ്? ലി സയ്യിദുൽ വാലിദ് അഹ്മദ് ബിൻ ഹസൻ ബിൻ അബ്ദില്ലാഹിൽ ഹദ്ദാദ് നഫഅല്ലാഹു ബി ആമീൻ. ആ മഹാനവർകൾക്കുള്ള കിതാബാണ്. അതിൽ നിന്ന് നമ്മൾ ഉദ്ധരിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചതുണ്ടല്ലോ, അതാണ് ഇതൊക്കെ. അത് കൊണ്ടുവന്നു ഈ പറഞ്ഞ വാക്കോട് അവസാനിക്കുകയും ചെയ്തു. ഇനി
ബഹുമാനപ്പെട്ട റാത്തിബിന്റെ മുസന്നിഫായ അബ്ദുല്ലാഹ് ബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്കുണ്ടല്ലോ ഹദ്ദാദിൽ എന്ന് അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാഹ് എന്ന് പറഞ്ഞൊരു ഷറഹുണ്ട്. ആ ഷറഹ് ശേഷം വരുന്നുണ്ട് മാ ഫീഹി, അതിലുള്ളത് കിഫായത്തുൻ മതിയാകുന്നതുണ്ട്, വസിയാദത്തുൻ കൂടുതലുമുണ്ട്, അലാമാ ഹുവ ഹാഹുന. ഇവിടെ നമ്മൾ ഇറാദത്ത് അതുപോലെ ഖൈറ് ഷർറൊക്കെ വിശദീകരിച്ചല്ലോ. ഇതിനേക്കാൾ കൂടുതലുള്ള വിശദീകരണവും മതിയാകുന്ന വ്യാഖ്യാനവും ഇൻഷാ അല്ലാഹ് അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാഹി എന്നതിന്റെ ഷറഹിൽ വരുന്നുണ്ട്. ഇതൊരു മുൻ സൂചനയാണ് ഷറഹിലേക്ക് അഥവാ ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദ് റാത്തീബാണുള്ള നമ്മുടെ മുഖ്യ വിഷയം. അതിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് അതെന്താണെന്ന് മനസ്സിലാക്കുവാനുള്ളതായ ഒരു മുന്നോടിയാണ് ഈ അറിവുകളെല്ലാം. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും ആ ഒരു വിഷയം വലിയ ഗഹനമുള്ളതും വലിയ സമ്പുഷ്ടമായതും വളരെ പ്രധാനപ്പെട്ടതുമാണ് എന്നത് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി വരുന്നുണ്ടല്ലോ. കേവലം ഒരു ദിക്റായി തള്ളേണ്ടതല്ല, ഒന്നും പ്രത്യേകിച്ച് റാത്തീബും. അതിന്റെ ഒരു വിവരണം പറയുമ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടേക്ക് എത്തുമ്പോഴേക്കും ഇതിനെല്ലാ വിശദീകരണം എത്തിയിട്ട് നമ്മൾ ഉൾക്കാമ്പിലേക്ക് ചാടും. അതിന്റെ തൊലിപുറങ്ങളാണ് ഇപ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാമ്പിലേക്ക് എത്താൻ ആ തൊലികളൊക്കെ കളഞ്ഞിങ്ങനെ ശുദ്ധമാക്കി ഇത് കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ആ കാമ്പിലേക്ക് എത്തുമ്പോ ഹദ്ദാദ് വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫൻദുർഹു ഹുനാക തുർഷദ് വതുസ്അദ് ഇൻഷാ അല്ലാഹു തആല. അവിടെ വെച്ച് നീ നല്ലോണം ആലോചിച്ചോ അൽ ഖൈറു വശർറു മശീഅത്തില്ലാഹ് എന്നതിന്റെ വ്യാഖ്യാനം. എന്നാൽ നിനക്ക് സന്മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും, നീ വിജയമുള്ളവനാവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന്. ഇനി ബഹുമാനപ്പെട്ട ഷാരി ഹബീബ് എന്നവർ പറയാണ് മുഹിബത്തുൻ. ഇത്രയും കാര്യം നമ്മൾ വിശദീകരിച്ചെങ്കിൽ ഒരു മുഖ്യമായ കാര്യം പറയാനുണ്ട്. മുഹിബാണ്, നല്ലോണം ശ്രദ്ധിക്കണം, മുഖ്യമായ തന്നെയാണ്. എന്താ പറയുന്നത്? കാല അയിമ്മത്തുന ശാഫിഇയ്യത്തു വഗൈറുഹും, ഷാഫി ഇമാമുമാരും അല്ലാത്തവരും പറഞ്ഞു. എന്താ പറയുന്നത്? ഇതാ ജാദലക ഖദരിയൻ, ഒരു ഖദരിക്കാരൻ, ഒരു ഖദരി വിശ്വാസക്കാരൻ നിന്റെ അടുത്ത് തർക്കിക്കാൻ വന്നാൽ, ഫലാ തൻസ മസ്അലത്തുൽ ഇൽമി, ഇൽമിന്റെ ഒരു മസ്അലയുണ്ട്, ആ മസ്അല ഒരിക്കലും നീ മറന്നു പോകരുതേ എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫി പണ്ഡിതന്മാരും മറ്റു പണ്ഡിതന്മാരും നമുക്ക് ഉപദേശം നൽകുന്നത്. അതാണ് മുഖ്യമായത്. ഏതാണ് ആ ഇൽമിന്റെ മസ്അല എന്നറിയോ? അന്തഖൂല ലഹു, ആ ഖദരിവാദക്കാരോട് നീ പറയലാണ്. മൻ ചോദിക്ക, മൻ ഖലഖ ഇബ്ലീസ ലഅനഹുല്ലാഹ്, എടോ ഇബ്ലീസ് എന്ന് പറയുന്ന ആളില്ലേ, ലോകത്ത് എല്ലാവരും ശപിക്കപ്പെടുന്നവനുള്ള അവൻ, ആകാശ ലോകത്തും ഭൂമി ലോകത്തും ഒക്കെ അവൻ ശപിക്കപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇബ്ലീസിനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിക്കുക. ഇങ്ങനെ ഖദർവാദം വരുമ്പോൾ അവൻ ചോദിക്കുമ്പോൾ വയക്കൂരു, അവൻ പറയും അല്ലാഹു ഖലഖഹു, ഇബ്ലീസിനെ പടച്ചത് അള്ളയാണ് എന്ന് പറയും. വലാക്കിൻ, എങ്കിലും അള്ളയാണ് എന്ന് പറഞ്ഞിട്ടോ പറയുന്നതാ വലാക്കിൻ, എങ്കിലും മഅൽ മലഇൽ അഅല, ഉന്നത സദസ്സുള്ള ബഹുമാനമാക്കപ്പെട്ട ആളുകളുടെ കൂടെയായിരുന്നു ഇബ്ലീസ് എന്ന് പറയും. അങ്ങനെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ വിടരുത്. ഫഖുല്ലഹു, ചോദിക്കവനോട്. എന്താ ചോദിക്കേണ്ടത്? ഹൽ യഅലമുല്ലാഹു അന്ന ഇബ്ലീസ ലഅനഹുല്ലാഹു യസീറു ഇലാ ഹാദൽ ഹാലതി അം ലാ യഅലമു. മുട്ടുകയാണ്, ഉത്തരം മുട്ടിക്കണം, അതാണ് വേണ്ടത്. കുറച്ച് ചോദ്യം ചോദിച്ചെന്നെ, ഓരും കൊണ്ട് ചോദിക്കുമ്പോ അങ്ങോട്ട് ചോദ്യം കൊടുക്കുക, അല്ലാതെ കുറെ ആയത്തും ഹദീസും നിരത്തല്ല പോടെ വേണ്ടത്. എന്താ ചോദ്യം? ഇപ്പൊ പറഞ്ഞത് എന്താ? അള്ള പടച്ച തന്നെയാണ്, പക്ഷേ ഉന്നത സദസ്സുള്ള ഉന്നതന്മാരോട് കൂടെയായിരുന്നു, ഒരു സമൂഹത്തോട് കൂടെയായിരുന്നു, അത് മലക്കളുടെ കൂടെയായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ചോദിക്കേണ്ടത് ഹൽ യഅലമുല്ലാഹു, അള്ളാഹ്ക്ക് അറിയുമോ, അന്ന ഇബ്ലീസ, നിശ്ചയം ഇബ്ലീസ് ലഅനഹുല്ലാഹ് യസീറു ഇലാ ഹാദിഹിൽ ഹാലത്തി, ഈ നിന്ദ്യതയും നിസാരവും റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥയിലേക്ക് ഇവൻ ആകും. ഇങ്ങനെ ആകുന്ന കാര്യം അള്ളാഹു ഇബ്ലീസിനെ കുറിച്ച് അറിയൂലേ? അറിയുമോ? ലാ യഅലമു, അത് അറിയാതിരിക്കുമോ? എന്താ മറുപടി പറയൂ? അള്ളാഹു അറിയൂല എന്നാണോ? അള്ളാഹു അറിയുമെന്നാണോ? ബഹുന വിണ്ടു. അപ്പൊ എന്ത് ചെയ്യും? ഈ ചോദ്യം ചോദിക്കുമ്പോ അഖബയിൽ തന്നെ എന്താകും? ഷെയ്ഖിന്റെ ഇമാർ ഷെയ്ഖാണ്,
അതൊരു പേരാണ്. അത്രയും മോശക്കാരനായതുകൊണ്ടാണ് ഷെയ്ഖിന്റെ കൈതാന്നതിനർത്ഥം. ആവട്ടെ ഈ ഇമാറു ഷെയ്ഖ് അവിടെ മിണ്ടാതെ നിൽക്കും. മിണ്ടാതെ നിന്നിട്ട് ഈ കാല ഇവൻ പറയുകയാണ്, ലാ യഅലമു, അള്ളാഹു അറിയൂല എന്നാണ് അവൻ മറുപടി തന്നതെങ്കിൽ കഫറ, ഇസ്ലാമിന് പോയി പൊട്ടയാന്നറിയാം. അപ്പോൾ അത് പറയില്ല. അവൻ എന്താ പറയാ, കാല ഞാൻ പറഞ്ഞാൽ യഅലമു, അള്ളാഹ് അറിയും എന്ന് പറഞ്ഞാൽ അവന്റെ വാദം പൊടിഞ്ഞു. അഖറ, അവൻ സമ്മതിച്ചു ബി അന്നല്ലാഹ ഖലഖ ശർറ, ഷർറ് അല്ലാഹു തആല സൃഷ്ടിച്ചതാണെന്ന് അവൻ സമ്മതിച്ചു. അപ്പൊ ഷർറ് അള്ളാഹുലേക്ക് ചേർത്തൂല എന്ന് പറഞ്ഞ് ശരിയല്ല. അള്ളാഹുലേക്ക് നന്മയെ പറ്റുകയുള്ളൂ. ഇബ്ലീസ് പഴച്ച ഷർറല്ലേ, അവൻ ഷർറ് സമ്മതിച്ചു. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് മുട്ടുകുത്തിക്കുകയാണ് പറ്റുകയുള്ളൂ. അപ്പോ ലാ യഅലമു പറഞ്ഞാലും യഅലമു പറഞ്ഞാലും കുടുങ്ങി മുണ്ടക്കായി തന്നെ മുള്ളോലയായിപ്പോ, കീപ്പൊട്ടും വയ്യ മേപ്പൊട്ടും വയ്യ. ഈ ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ദുശ്ചിന്തകളുമായി നവീനവാദക്കാരുമായി വരുമ്പോ അവർക്ക് കൊടുക്കാനും ചോദിക്കാനും പറ്റുന്ന രീതിയാണ് പോയി പഠിപ്പിക്കുന്നത്. എന്നിട്ടൊക്കെ മതി ആയത്തും ഹദീസൊക്കെ. വകദ, ഇതുപോലെ തന്നെ ഖുല്ലഹു, ചോദിക്കവനോട്, ഖാലല്ലാഹു തആല, വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇനി ഒരു ആയത്തല്ലേ വേണ്ടത്, നമ്മൾ ബുദ്ധി പറഞ്ഞു, ഇനി ആയത്ത്. ഒരായത്തും അംഗീകരിക്കുമല്ലോ. ഇൻകുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. എന്താണ്? ആകാശ ഭൂമി ഗോളങ്ങളിലുള്ള എല്ലാ ആളുകളും അള്ളാഹുവിന്റെ അടിമകളായിട്ടല്ലേ വരൂ. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ, വേണ്ടതുപോലെ അതിന് തിട്ടമായി രേഖപ്പെടുത്തുകയും എണ്ണി വെക്കുകയും അള്ളാഹു തആല ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് കണക്കോ ബ്ലോക്ക് കണക്കോ ഒന്നുമല്ല. ഓരെത്ര കണക്ക് എഴുതിച്ചാലും കണക്ക് വാക്ക് പുറത്തു ഇനിയും ഉണ്ടാവും. അള്ളാന്റെ കണക്കാകല ക്ലിപ്തമാണ്, ബറാബർ തന്നെ, ശരിയാ, ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഈ ആയത്തോട് ഓതി കൊടുക്കുക. എന്നിട്ട് ഫഖുല്ലഹു, നീ അവരോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? അദ്ദ ഔലാദ സിന മഅഹും അംല, സിനയിലുണ്ടായ ഒരുപാട് കുട്ടികളുണ്ട്, തറവാടില്ലാത്ത കുട്ടികള്, വ്യഭിചാരത്തിലുണ്ടായ കുട്ടികള്, അവരെ ഈ അടിമള കൂട്ടത്തിൽ അള്ളാഹു എണ്ണിയോ ഇല്ലയോ എന്ന് ചോദിക്കാം. കാല എണ്ണി എന്നാണോ അവൻ പറയുന്നത് എങ്കിൽ ഫഖദ് അഖറ ബിഖൽഖി ശർരി, ഷർറിനെ പടക്കും എന്നതുകൊണ്ട് അവൻ സമ്മതിച്ചു. അപ്പൊ അവന്റെ വാദം പൊളിഞ്ഞു. വഇല്ലം യുഖിറ ബിദാലിക, ഇല്ല, അള്ളാഹു സിനയിലുണ്ടായ കുട്ടികളെ ഇവരുടെ കൂടെ എണ്ണിയിട്ടില്ല, ഇതൊന്നും സമ്മതിക്കുന്നില്ല എങ്കിൽ ഫഖദ് കഫറ, ഗാഫറായി. വൽ ഇയാദു ബില്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിനെ കൊണ്ടാണ് അഭയം. അപ്പൊ എന്തായി വട്ടം, എന്തായി? ഇതാണ് വിദ്അത്ത് കൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലം. സുന്നത്ത് ജമാഅത്ത് വിശ്വസിച്ചതുപോലെ പരമ്പരാഗതമായ ഹബീബ നബി, സ്വഹാബത്ത്, താബിഉകൾ, അയിമ്മത്തുകൾ അവര് വരച്ച് കാണിച്ച് തന്ന അതേ പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഈ അപകടമൊന്നും പിണഞ്ഞിട്ടില്ല. പിണയാതെ ഹിദായത്ത് അവസാനം വരെ നൽകി നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കണേ. നമ്മൾ വലിയ പൊങ്ങച്ചക്കാരായി നിൽക്കാൻ പാടില്ല. അള്ളാഹു ഏത് വിശ്വം എന്തു ചെയ്യാലോ, ആ പേടി നമുക്ക് വേണം. അതോടൊപ്പം അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മൾ ഭാഗ്യത്തിലാണ്. ഈ ഭാഗ്യം അവസാന സമയം വരെ നിലനിർത്തി തരട്ടെ. അപ്പോ ബിദ്അത്തിന്റെ വാദം ഇതോടുകൂടി അമർന്നല്ലോ. ബിദ്അത്ത് കൊണ്ട് കുഫറിലേക്ക് പോകാം. കുഫർ അല്ലെങ്കിൽ ബിദ്അത്ത് എന്തായാലും പിഴച്ചതല്ല, പിഴവ് കുഫർ, ഇത് രണ്ടിലൊന്നും ഉണ്ടാകും. എന്തുകൊണ്ട്? ബിദ്അത്ത് കൊണ്ട്. അപ്പൊ ജബരിയത്ത്, മുഅ്തസിലിയത്ത് ഒക്കെ തമ്മില്ലാത്തതാണ്. ഖദരിയ ഒക്കെ പോയല്ലോ എന്ന് മനസ്സിലാക്കുക. ഇനി 40 ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് കേട്ടിട്ടുണ്ടോ? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് 40 ഹദീസ് ഉണ്ട്. ആ ഹദീസ് ചില്ലറയല്ലല്ലോ, ഒന്ന് മനസ്സിലാക്കി നോക്കുക. ആ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിനുള്ള 40 ഹദീസ് എന്ന് പറയുന്ന ഒരു കിതാബ് തന്നെ ഉണ്ട്. അതിൽ ശരിക്കൊന്ന് ആലോചിക്കുക വിവരമുള്ളവരെ. ഈറാദുഹു അൽ ഹദീസ് സ്വഹീഹാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന ഹദീസിൽ നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത സഹിയായ ഒരു ഹദീസ് ഉണ്ട്. ആ സഹിയായ ഹദീസ് ഒന്ന് വായിച്ചാൽ അവിടെ മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ഖലാവും അള്ളാഹുവിന്റെ ഖുദറത്തും ഒക്കെ നമുക്ക് അവിടെ തിരിയും. ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ശരിക്കും ആലോചിച്ച് നോക്കണം. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരുന്നത്.
അവിടെ സ്വഹീഹായ ഹദീസാണ്. എന്താണ് ഹദീസ്? ഇദാ ബല അഹദുക്കും ബി ബത്നി ഉമ്മിഹി എന്നാണ് തുടങ്ങുന്നത്. അതിന്റെ ഫുൾ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു. വഹുവ സാദിഖുൽ മസ്ദൂഖ്, നബി സത്യം പറയുന്ന ആളാണ്, നബിയെ സത്യമാക്കപ്പെടുകയും ചെയ്യുന്ന ആളാണ്. ഇന്ന അഹദുക്കും, നിശ്ചയമായിട്ടും നിങ്ങൾ ഒരാൾ, യുജ്മഉ ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഫീ ബത്നി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, 40 യൗമ, 40 ദിവസം അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവന്റെ സൃഷ്ടിപ്പിനെ ഒരുമിച്ച് കൂട്ടപ്പെടും. സുമ്മ യകൂനു, പിന്നീട് അതിനെ ആക്കും അലഖത്തൻ, 40 ദിവസം കഴിഞ്ഞാൽ ഇന്ദ്രിയ ബീജം പിന്നെ എന്താകും? രക്തക്കട്ടയായി മാറും. മിസ്ലദാലിക, 40 ദിവസം. സുമ്മ യകൂനു മുദ്ഗത്തൻ, പിന്നീട് എന്താകും? 40 ദിവസം മാംസപിണ്ഡമായി മാറും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? മലക്കിന് അല്ലാഹു നിയോഗിക്കും. വയൻഫഖു ഫീഹി റൂഹ്, പിന്നെ ആ 4 മാസം ആകുമ്പോഴേക്കും ആ പിണ്ഡത്തിൽ എന്താ, മാംസപിണ്ഡത്തിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് അതിൽ ആ ആത്മാവിനെ ഊതപ്പെടുകയാണ്. എന്നിട്ട് യഅ്മുറു ബി കലിമാത്തിൻ, 4 കാര്യങ്ങളെ കൊണ്ട് അവിടെ കൽപ്പിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. 4 കാര്യം. ആ 4 കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ സൃഷ്ടിക്കുന്ന രീതിയൊക്കെ ചിന്തിച്ചാൽ വളരെയധികം നമുക്ക് ഒരു അഹങ്കാരം വരൂല, ഒരു കിബറും വരൂല. ഈമാൻ തനിയെ ഉണ്ടായിത്തീരും. വെള്ള മാർഗം തന്നെയാണ് അതൊക്കെ. നമ്മളെ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു പോയി കഴിഞ്ഞു, അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അത് നടത്താനുള്ള എല്ലാ സംവിധാനം അള്ളാഹു തആല ചെയ്തു. പിന്നെ അതിനാൽ വന്നതായിരിക്കുന്ന സംഗതികളൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാകുവാനുള്ള സംവിധാനമായ മാഇനെ അഥവാ ശുക്ലത്തെ അള്ളാഹു തആല വിടിച്ചു. പിന്നീട് അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ ഉള്ളിൽ ആരാ? നമ്മൾ ആരുമല്ല. 40 ദിവസം ഇന്ദ്രിയബീജം അവിടെ നിൽക്കുന്നു. ആ 40 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് രക്തക്കട്ടയായി മാറുന്നു. രക്തക്കട്ടയായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുന്നു? മാംസപിണ്ഡമായി മാറുന്നു. ഇല്ലേ? ഇങ്ങനെ മാംസപിണ്ഡമായി മാറുമ്പോൾ ഇനി നമുക്ക് ആയത്തിലൂടെ തന്നെ പരിധി നോക്കാലോ. അല്ലാഹു തആല മറിയം സൂറത്തിലൂടെ പറഞ്ഞിട്ടില്ലേ, യാ സക്കരിയ എന്ന് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന് കുഞ്ഞുണ്ടാവാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാമിന് പ്രായമായി വന്ധിയായി നിൽക്കുന്ന ഭാര്യയും ഉണ്ട്, ഒരു കുട്ടിയെ കിട്ടണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവസാനമതാ അള്ളാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആ ഒരു സംഭവം മറിയം സൂറത്ത് മറിച്ച് നോക്കിയാൽ കാണാം. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ എന്ന് പറഞ്ഞു. സക്കരിയ, നിങ്ങൾക്ക് ഇതാ നല്ലൊരു കുട്ടി, ആ കുട്ടിയുടെ പേര് യഹ്യ എന്നതാണ്. ഇങ്ങനൊരു പേര് മുമ്പ് ആർക്കും നൽകിയിട്ടില്ല. അങ്ങനത്തെ ഒരു കുട്ടിയെ ഇതാ നിങ്ങൾക്ക് നമ്മൾ നൽകാൻ പോകുന്നു. ഇതൊരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് മലക്കുകളെ വിട്ടു. അതിന് മറുപടിയായ കാല ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി, മഹാ അത്ഭുതത്തോടുകൂടി, എന്റെ നാഥ, എങ്ങനെയൊക്കെ കുട്ടി ഉണ്ടാകും? കാനത്തും പ്രാത്തി ആഖിറ, എന്റെ ഭാര്യ വന്ധിയാണ്, മച്ചിയാണ്, പ്രസവിക്കാത്തവളാണ്. അതോടൊപ്പം തന്നെ ഞാൻ വയസ്സിനുമായല്ലോ. വഖദ് ബലഅതു മിനൽ കിബരി ഇതിയ, വളരെ ക്ഷീണിച്ചു പോയല്ലോ, എനിക്ക് എങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക എന്ന അത്ഭുതത്തോട് കൂടി ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ ഖാല, ആ ദൂതൻ പറയുന്നു, അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, കദാലിക, അത് പറഞ്ഞു ശരി തന്നെ, ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യുൻ വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ എന്ന് ഖുർആനിലെ മറുപടി. ശരിയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളെ നാഥന് ഇതൊന്നും പ്രയാസമില്ല, എളുപ്പമാണ്. ഒന്നും പറയാൻ പറ്റാത്ത അറപ്പും വെറുപ്പും ഉള്ളതായ കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്ന ഒരു ബീജമായിരുന്നു താങ്കൾ. ആ താങ്കളെ ഈ രൂപത്തിലാക്കിയത് ആരാ? അള്ളയല്ലേ? പിന്നെ നിങ്ങൾക്ക് വയസ്സായി മച്ചിയെന്ന് പറയേണ്ട ആവശ്യമില്ല, അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടോ അവിടുത്തെ മറുപടി? മഹാ അത്ഭുതപ്പെടുത്തിയ അള്ളാഹിന്റെ സൃഷ്ടിപ്പിന്റെ കോലം. ഇനി നമ്മൾ ഉണ്ടായ തന്നെ മനുഷ്യരോട് വ്യക്തമായി താരിഖ് സൂറത്തിലൂടെ അള്ളാഹു തആല ചോദിക്കുന്നു, ഫൽയൻദുറിൽ ഇൻസാൻ, മനുഷ്യൻ ആലോചിക്കട്ടെ, മിമ്മ ഖുലിഖ, എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്? ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്, മുട്ടി മുട്ടി ടക് ടക് എന്നതുപോലെ വരുന്നതായ ഇന്ദ്രിയബീജം, അതിൽ നിന്നാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത് വ്യാഖ്യാനിക്കുകയാണ്. യഖ്റുജു മിൻ ബൈനി സ്വൽബി വത്തറായിബ്, എവിടുന്നാണ് ആ ശുക്ലം വരുന്നതറിയാമോ? വാപ്പയുടെ മുതുകിലൂടെയും ഉമ്മയുടെ മാർബിടത്തിലൂടെയും ആയിക്കൊണ്ടാണ് നിർഗളിച്ചു വരുന്നത്. അതാ ഉണ്ടാക്കുന്നു. ആലോചിച്ചു നോക്കൂ മനുഷ്യ,
ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ എത്ര പാഠമുണ്ട്. ഹജ്ജ് സൂറത്ത് മറിച്ച് നോക്കൂ. യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി വഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى. എന്താ പറയുന്നത്? മനുഷ്യരെ, പുനർജന്മത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ? നിങ്ങൾ സംശയിക്കണ്ട. എന്നിട്ട് വല്ല പറയാ, നിങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിച്ചത് ആദ്യം മണ്ണെന്നാ. നിങ്ങളെ പിതാവ് മണ്ണല്ലേ, അതിന് സൃഷ്ടിച്ചു. പിന്നീട് ഇന്ദ്രബീജം. ആ ഇന്ദ്രബീജത്തിന് പിന്നെന്താക്കി? രക്തക്കട്ടയാക്കി. പിന്നെ ആ രക്തക്കട്ടത്തെ മാംസപിണ്ഡമാക്കി. മനുഷ്യരൂപത്തിൽ പടക്കുന്ന മാംസപിണ്ഡം, അല്ലെങ്കിൽ പടക്കാത്ത രൂപത്തിലുള്ള മാംസപിണ്ഡം. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ വെളിവാക്കി തരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ ഗർഭപാത്രത്തിൽ ഉദ്ദേശിച്ച ടൈമുണ്ട്. ആ ടൈം വരെ നിങ്ങളെ നമ്മളവിടെ ഗർഭപാത്രത്തിൽ താമസിപ്പിക്കും. പിന്നീട് കുട്ടിയായിട്ട് രൂപാന്തരപ്പെടുത്തി പുറത്തേക്ക് വിടും. എന്തെല്ലാം കഴിവാ അള്ളാഹുവിന്റെ കഴിവുകൾ ആലോചിക്കൂ. ഒന്നുകൂടി പറഞ്ഞ് നിർത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിൻ എന്ന് പറയുന്ന സൂറത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്ന പറയുമ്പോ നുത്തുഫത്തു വലക്കത്തു കഴിഞ്ഞിട്ട് ആ മുളകത്താക്കുമ്പോൾ പിന്നെന്താ അള്ളാഹ് ചെയ്യുന്നറിയാമോ? ഫഖലഖനൽ മുളഗത, ആ മാംസപിണ്ഡത്തിനെ നമ്മൾ സൃഷ്ടിച്ചു. ഇലാമ, എല്ലുകളാക്കുന്നു. ഫകസൗനൽ ഇലാമ ലഹ്മ, ആ എല്ലുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ നമ്മൾ മാംസം കൊണ്ട് പൊതിയുന്നു. എന്നിട്ട് സുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖറ, എന്നിട്ട് വേറൊരു കോലത്തിൽ നിങ്ങളെ പടക്കുന്നു. അങ്ങനെ മാംസപിണ്ഡമായി, എല്ലായി, തൊലിയായി, മാംസമാക്കി, നഖം എല്ലാം ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടിക്കുന്നതൊക്കെ 40കളിലാ. ഇങ്ങനെ 40 കഴിയുമ്പോൾ മാംസപിണ്ഡമായി സൃഷ്ടിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ദൂതനായി ജിബ്രീൽ അവിടെ വന്ന് റൂഹുതുകയാണ്. അന്ന് തന്നെ അല്ല കണക്കാക്കുന്നുണ്ട്. ഇവർക്കുള്ള മറുപടിയാണ് നമ്മൾ പറയുന്നത്. ആ കൂട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്കൊക്കെ അഹങ്കാരം കൂടുതലാണ്. നമ്മൾ ചൊറുക്കുള്ളവർ, ഇല്ലാത്തവര്, കഴിവുള്ളവർ, കഴിവില്ലാത്തവര് എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുന്നു. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക. ഇന്ദ്രബീജമേന്ന് വിളിച്ചു നോക്ക്. സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഒരു നിമിഷം നമ്മൾ ആലോചിക്കുക, നീ ഒരു തുള്ളി ബീജമല്ലേ? ആ ബീജത്തെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നോ? അറപ്പല്ലേ, വെറുപ്പല്ലേ? ആ ഒരു ശരീരമല്ലേ, ആ ഒരു ബീജമല്ലേ ശരീരമേ? നിനക്ക് എന്താ അഹങ്കരിക്കാൻ വകയുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദാവലും ഇതിലൂടെ നമുക്കുണ്ട്. എന്നിട്ട് മഹാൻ പറയുന്നു, ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, അള്ളാഹു തആല ആ മലക്കിനോട് കൽപ്പിക്കുകയാണ്. എന്ത്? റൂഹ് കഴിഞ്ഞ് 4-ാം മാസത്തിൽ തന്നെ ബികത്ബി അജലിഹി, അവൻ ഏത് കാലം വരെ ജീവിക്കുമോ ആ ഡേറ്റ് അവിടെ എഴുതി വെക്കാൻ. ഓ റിസ്ഖി, ആ കാലയളവിലുള്ള ഭക്ഷണം അതവിടെ എഴുതി വെക്ക്. ഓ സഖിയൻ, പരാജയപ്പെട്ടവനാണെങ്കിൽ അങ്ങനെ. അം സഈദ്, അല്ലെങ്കിൽ വിജയിച്ചവൻ. ഈ രൂപത്തിൽ അവിടെ എഴുതി വെക്കാൻ 4-ാം മാസത്തിൽ തന്നെ ചെയ്യുന്നു. നീണ്ട ഹദീസാൻ. ഉള്ളുറുഹു, എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, നമ്മുടെ ഷാരിഹ് പറയാ, ഉള്ളുറുഹു, എന്റെ സഹോദര, ഈ ഹദീസ് നീ നോക്കണം, ആലോചിച്ചോ. മാ ഷറഹില്ലദി, ഒരു ഷറഹോടുകൂടെ. അതിന് വ്യാഖ്യാനമുണ്ട്. ആരാ വ്യാഖ്യാനം ഉണ്ടാക്കിയത്? ഷറഹു ശൈഖ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, വലിയ പണ്ഡിതനായ, എല്ലാവരും അംഗീകരിക്കുന്ന ബുദ്ധിമാനായ, ഇസ്ലാമിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാനാവുന്ന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, അവറുകൾ ഈ 40 ഹദീസിന് ഒരു ശറഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശറഹും ഇന്നും സുലഭമാണ്. ആ ശറഹ് വെച്ചിട്ട് ഈ ഹദീസും വെച്ച് വായിച്ചോ, മനസ്സിലാക്കിയെടുത്തോ എന്നാണ് മഹാനവറുകൾ നമ്മോട് പറയുന്നത്. അത് പറഞ്ഞവിടെ അവസാനിപ്പിച്ചു. അപ്പൊ കദാലിക, ഇതുപോലെ തന്നെയാണ് ഇറാദുൽ ഹദീസ് സ്വഹീഹ, സ്വഹീഹായ ലൈബായ ഹദീസല്ല, സ്വഹീഹായ ഒരു ഹദീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ തൊട്ട്? നബി തങ്ങളെ തൊട്ട്. എന്താണ് ആ ഹദീസിലുള്ളത്? ഇന്ന അഹദകും ല യഅമലു ബി അമലി അഹ്ലിൽ ജന്നതി ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഅൻ. ഒരാൾ എന്ത് ചെയ്യുന്നു? സ്വർഗക്കാര് ചെയ്യുന്ന എല്ലാ അമലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് അവസാനം ഇയാളുടെയും സ്വർഗത്തിന്റെ ഇടയിലേക്കുള്ള ദൂരം ഒരു മുഴം മാത്രമാണ്. ആ ഒരു മുഴം ബാക്കി നിൽക്കെ അതുവരെ ചെയ്തു. ഫയസ്മിഖു അലൈഹിൽ കിതാബു, അപ്പോൾ അല്ലാഹു തആല കണക്കാക്കി വെച്ച ആ ഒരു തീരുമാനം അത് അവന്റെ മേൽ മുൻകടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഫയഅമലു ബി അമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹാ, ഇങ്ങനെയൊക്കെ ചെയ്ത ആ മനുഷ്യൻ അവസാന നിമിഷം വെച്ച് നരകത്തിലേക്ക് പോകേണ്ട എല്ലാ പണിയും എടുത്തിട്ട് അവൻ നരകത്തിൽ പ്രവേശിക്കും. ഇത് അല്ലാഹു തആല തീരുമാനിച്ചതാ. وَإِنَّ أَحَدَكُمْ لَيَعْمَلُ بِعَمَلِ أَهْلِ النَّارِ حَتَّى مَا يَكُونُ بَيْنَهُ
വബൈനഹ ഇല്ലാ ദിറാഅ്, നിങ്ങളിൽ ഒരാൾ നരകക്കാർ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, അയാളും നരകത്തിന്റെ ഇടയിലുള്ള ദൂരം ഒരു മുഴം മാത്രമേ ഉള്ളൂ, അത്ര അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അള്ളാഹുവിന്റെ തീരുമാനം അതാ അവിടെ വരികയാണ്. അയാളെ മേലിൽ വന്നു. എന്ത് വന്നപ്പോൾ ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗക്കാർ ചെയ്യുന്ന എല്ലാ അമലും അയാൾ ചെയ്തു. ഫയദ്ഖുലുഹാ, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ രണ്ട് ഹദീസ് ഒന്ന് വായിക്കാൻ നമ്മൾ മനസ്സിലാക്കുക. 4 മാസത്തിൽ കണക്കാക്കി വെച്ചു, അതെല്ലാം മറ്റൊരു രീതി ഇങ്ങനെ കണക്കാക്കുകയാണ് എങ്കിലും നമ്മൾ പറയും ഇയാൾ സ്വർഗത്തിലേക്കുള്ള ആളാണ്. പക്ഷേ അവസാനം അള്ളാഹുവിന്റെ തീരുമാനം ഒന്നുണ്ടാവും. ആ തീരുമാന പ്രകാരം അയാൾ നരകത്തിലായിരിക്കും. ഒരു കൂട്ടർ ചെയ്യുന്നത് കണ്ടു പറയാൻ നരകത്തിന്റെ അവകാശിയാണ് നമ്മൾ പറയും. പക്ഷേ അയാളെ അള്ളാഹു തആല സ്വർഗത്തിലേക്കുള്ള തീരുമാനം വെച്ചിട്ടുണ്ടാവും. ആ തീരുമാനം നടന്നിട്ടേ അയാൾ മരിക്കൂ. അള്ളാഹു സ്വർഗാവകാശം നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ വിശ്വസിക്കുന്നതാ നമ്മളൊക്കെ സ്വർഗത്തിന്റെ അധികാരമാണെന്ന്. നമ്മുടെ ആഖിബത്ത് എങ്ങനെ പടച്ച റബ്ബിനറിയാം. അള്ളാഹു തആല നമ്മെ ആഖിബത്ത് നല്ല നിലയിലാക്കി തരട്ടെ. അള്ളാഹു തആല ആ തീരുമാനിച്ചു വെച്ചൊരു തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനത്തിനെ മാറ്റാനും പ്രാർത്ഥന കൊണ്ട് കഴിയുമല്ലോ. അങ്ങനെ ഒരു തീരുമാനമുണ്ടാവും. നമുക്ക് അള്ളാഹു തആല ഹിദായത്ത് തരട്ടെ. മുഅ്മിനുകളെ, സഹപാഠികളെ നമ്മൾ പേടിക്കണം, ഭയക്കണം. വല്ലാത്തൊരു ചിന്തയാണ് മഹാന്മാർ നമ്മെ ചിന്തിപ്പിക്കുന്നത്. ഇതിനൊക്കെ ഹദീസ് തെളിവല്ലേ, നമ്മൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അപ്പോൾ ഖവാതിമി, നമ്മുടെ അമലുള്ള തീരുമാനം അന്തിമ തീരുമാനമായിരിക്കും. അന്ത്യം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും. എങ്ങനെയാണോ മരിച്ചതെങ്കിൽ അതുപോലെയാണ് യാത്ര അയക്കപ്പെടുന്നത്. നിസ്കാരത്തിൽ മരിച്ചാൽ അതുപോലെ, നോമ്പുകാരനായി മരിച്ചാൽ അതുപോലെ, ദർസ് നടത്തി മരിച്ചാൽ അങ്ങനെ തന്നെ, തൂങ്ങി മരിച്ചാൽ അങ്ങനെ, തീ കത്തിച്ച് മരിച്ചാൽ അങ്ങനെ, പല രൂപത്തിലുമായിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് ആലോചിച്ചോ. കദാലിക, ഇതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം. ഈറാദുഹു, ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നിട്ടുണ്ട് ഫി ശറഹി ഹദീസ് ജിബ്രീല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ശറഹിൽ ഇമാം നവവി റളിയല്ലാഹു തആല ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഇലാ ഖാൽ, ഏതുവരെ ഈമാനും ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്തു. മുട്ടുമടക്കിയിരുന്നു, യാത്രക്കാരന്റെ യാതൊരു അടയാളവുമില്ല, നല്ല സുമുഖനും സുന്ദരനുമായ വെള്ള വസ്ത്രധാരിയായ ഒരാൾ വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിലുണ്ട്. സ്വഹാബാക്കളൊക്കെ ഉണ്ടല്ലോ കണ്ടു പറഞ്ഞ കഥ. സാധാ നമ്മൾ മുത്തഫാറ്റിലൊക്കെ പഠിപ്പിക്കുന്നതും സാധാ ഹദീസൊക്കെ വായന അറിയുന്നില്ലേ, നൂറുൽ അബ്സാറിലൊക്കെ അതന്നെ ഈ പറയുന്നത്. അതാണ് പറയുന്നത്. അതിന്റെ ലാസ്റ്റിൽ കാണാം ബിൽ ഖദരി ഖൈരിഹി വസരിഹി മിനല്ലാഹ് എന്ന്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് നന്മയും തിന്മയും എന്ന ഖദർ. അതുകൊണ്ട് നീ വിശ്വസിക്കുക. അപ്പൊ ഈ വിശ്വാസമൊക്കെ നമുക്ക് വേണം, നമ്മൾ പരിശ്രമിക്കുകയും വേണം എന്നതാണ് ആകത്തുക ഇതിൽ പറയാനുള്ളത്. വഖദ് റദ്ദ സയ്യിദുനാ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ നേതാവായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല തട്ടിവിട്ട് മടക്കി അലാ റജുലിൻ, ഒരാളുടെ മേലിൽ. യുസമ്മ, അയാൾക്ക് പറയുന്ന പേര് മുഹമ്മദുൽ ഉസ്മ. ഓരോ പേര് കേട്ട അന്തം വിട്ടുപോകും, അത്രയും വലിയ പേരാ ഉസ്മ. മുഹമ്മദുൽ ഉസ്മ എന്നാണ് അയാളുടെ പേര്. അയാളുടെ മേലിൽ നമ്മുടെ നേതാവായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്നവർ തട്ടിവിട്ടു. ഇയാൾ ആരാണെന്ന് അറിയോ? മിൻ ഉലമായി സൈദിയ്യ, സൈദിയ്യാക്കളിൽപ്പെട്ട ഒരാൾ. ഷിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട സംഭവമുണ്ട് സൈദിയ്യ. ആ സൈദിയ്യ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ഇയാൾ. അയാളോടാണ് മഹാനവറുകൾ അയാളെ ചോദ്യം ചോദിച്ചപ്പോ തട്ടൽ വിട്ടു. എന്താ? ലമ്മാ സഅലഹു അൻ ഹാദിഹിൽ മസ്അലത്തി, ഇത്തരം ഹദീസുകളുള്ള സംഭവത്തെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്നവരോട് ചോദിച്ചു. അങ്ങ് ചോദ്യം ചോദിച്ചപ്പോൾ ഇവനെ മുട്ടുമടക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഉത്തരം കൊടുത്തത് എന്താണ് ഇയാൾ ചോദിച്ചത്? ഫള്ളുറുഹു. അതുകൊണ്ട് ആ ചോദ്യവും ഉത്തരവൊക്കെ നോക്കിക്കോ. ഈ കിതാബിൽ മുക്കാത്തബാത്ത് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ച ലഘു ലേഖകളുണ്ട്. അതെടുത്തിട്ട് വായിച്ചു നോക്കിയാൽ അതിലുണ്ട് ആ ചോദ്യവും മറുപടിയും. അതിവിടെ കൊടുക്കുന്നില്ല, ഇപ്പൊ ധാരാളം ഇവിടെ തന്നല്ലോ, അത് മതി. അപ്പൊ ഇങ്ങനെയെല്ലാം ചർച്ചകൾ പല വിധത്തിലായി പല രേഖകളായി ഇന്നും കിടക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഷറഹുൽ മുസന്നിഫ്, നമ്മുടെ സാഹിബ് ഷറഹ് അഥവാ ഷറഹിന്റെ മുസന്നിഫ് നമ്മളോട് പറയുകയാണ്. അപ്പൊ ആ കിതാബൊക്കെ തേടിപ്പിടിച്ച് ആ ലഘുലേഖത്തെ തേടിപ്പിടിച്ച് നമ്മൾ പഠിക്കണം എന്നർത്ഥം. നാടന്മാർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ വിശ്വസിക്കുക. ഇനി ഈ കിതാബ് ഫായിലോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒമിൻ ഖവായിദിൽ ഇമാമിൻ നവവി നഫഅല്ലാഹു ബിഹി.
ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന ഖവായിദിൽപ്പെട്ടതാണ് മസ്അലത്തുൻ, ഒരു മസ്അല. എന്താ മസ്അല? മദ്ഹബ് അഹ്ലിൽ ഹഖ്, ഹക്കിന്റെ അഹലുകാരുടെ മദ്ഹബ്. നമ്മൾ ഹക്കിന്റെ അഹലുകാരാണല്ലോ സുന്നത്ത് ജമാഅത്ത്. അതിന്റെ മദ്ഹബ് എന്ന് ആലോചിക്കുക. അൽ ഈമാനു ബിൽ ഖദരി, ഖദർ കൊണ്ട് വിശ്വസിക്കല. വ ഇസ്ബാതു, ഖദർ ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്തലുമാണ്. വ അന്ന ജമീഅൽ കായിനാതി ഖൈരിഹാ വ ശർരിഹാ ബിഖളാഇല്ലാഹി തആല വ ഖദരിഹി, അല്ലാഹു തആലയുടെ ഖളാ ഖദർ കൊണ്ടാണ് നന്മയും തിന്മയും എല്ലാം ഉണ്ടാകുന്നത്. അത് നമ്മൾ വിശ്വസിക്കുന്നു. വഹുവ മുരീദുൻ ലഹാ കുല്ലിഹ, ഇത് മുഴുവത്തെയും ഉദ്ദേശിക്കുന്നത് അള്ളയാണ്. വയക്റഹുൽ മആസിയ, തെറ്റുകൾ മുഴുവനും അല്ലാഹു തആല വെറുക്കുന്നു. മാ അന്ന മുരീദുൻ ലഹ, തെറ്റിനെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു എന്നല്ലാതെ തെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ ഉദ്ദേശത്തോടൊപ്പം തന്നെ തെറ്റിനെ അല്ലാഹു വെറുക്കുന്നുണ്ട്. ബിഹിക്മത്തിൻ, അതൊരു ഹിക്മത്താണ്. യഅലമുഹാ സുബ്ഹാനഹു വ തആല, അത് അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. അള്ളാഹ്ക്ക് ആ ഹിക്മത്ത് അറിയുള്ളൂ, നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ തെറ്റിനെ വെറുക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ വിശ്വസിക്കണം. ഹൽ യുഖാലു ഇന്നഹു ഇർലാ ബിൽ മആസി വയുഹിബ്ബുഹാ, അപ്പോൾ പറയപ്പെടാമോ ഒരു കാര്യം, അത് മആസി കൊണ്ടും അള്ളാഹു മആസിയെ കൊണ്ട് ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ അള്ളാഹു പൊരുത്തപ്പെടുന്നു എന്ന് പറയാൻ പറ്റുമോ? ഫീഹി മദ്ഹബാനി ലിഅസ്ഹാബിൽ മുതകല്ലിമീന, വിശ്വാസശാസ്ത്രത്തിൽ സംസാരിക്കുന്ന നമ്മുടെ അസ്ഹാബിമാർ, നമ്മുടെ പണ്ഡിതന്മാർക്ക് അതിൽ രണ്ട് മദ്ഹബുണ്ട്. ഹകാഹുമ, ആ രണ്ട് മദ്ഹബിനെയും ഇക്കായത് ചെയ്തിട്ടുണ്ട് ഇമാമുൽ ഹറമൈനി വഗൈറുഹു, ഇമാം ഹറമൈനി തങ്ങളും അല്ലാത്തവരും ഈ രണ്ട് മദ്ഹബിനെ ഇക്കായത് ചെയ്ത് തന്നിട്ടുമുണ്ട്. ഖാല ഇമാമുൽ ഹറമൈനി ഖാല ഇമാമുൽ ഹറമൈനി ഫിൽ ഇർഷാദി, ഇർഷാദിൽ ഇമാമുൽ ഹറമൈനി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? മിമ്മഖ്തലഫ അഹ്ലുൽ ഹഖ് ഫി ഇത്ലാഖിഹി, അല്ലാഹു തആല ഫി ഇത്ലാഖിഹി, ഹഖിന്റെ അഹ്ലുകാര് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? തെറ്റിനെ പൊരുത്തപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ. വമൻ ഇത്ലാഖിഹി, അങ്ങനെ പറയാൻ പാടില്ല എന്നതിൽ മഹബ്ബത്തുർ റിള, മഹബ്ബത്തുർ റിള പറയാൻ പാടില്ല. മഹബ്ബത്തുർ റിള പറയാൻ പറ്റുമോ? അതായത് ഇഷ്ടം, പൊരുത്തം, ഇങ്ങനെ പറയാൻ പറ്റുമോ പറ്റില്ലേ എന്ന കാര്യത്തിൽ ഹക്കിന്റെ അഹ്ലുകാർ വിഭിന്നമായിരിക്കുകയാണ്. വഖാല ബഅദു അഇമ്മത്തിന, നമ്മുടെ ഇമാമിൽ ചിലവർ പറഞ്ഞത് ലാ യുത്ലഖുൽ ഖൗലു ബിഅന്നല്ലാഹ യുഹിബ്ബുൽ മആസിയ വയർല്ലാഹ, തെറ്റുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, പൊരുത്തപ്പെടുന്നു എന്നത് കൊണ്ടുള്ള വാക്ക് പറയാൻ പറ്റൂല എന്നതാണ്. കാരണം അല്ലാഹു തആലയുടെ വാക്ക് തന്നെ അതിന് തെളിവാണ്. വലാ യർളാ ലിഇബാദിഹിൽ കുഫ്റ, കുഫറിനെ അല്ലാഹു തആലയുടെ അടിയങ്ങൾക്ക് അല്ലാഹു തആല ഇഷ്ടപ്പെടൂല. അപ്പൊ തെറ്റുകളെ അല്ലാഹു ഇഷ്ടപ്പെടും, പൊരുത്തപ്പെടും എന്ന് പറയാൻ പറ്റൂല എന്നതാണ് തെളിവ്. മഹാൻ പറയുന്നു, ബാദ് പറയുന്നു, വമൻ ഹഖഖ മാ ഖാല അയിമ്മത്തുന, അല്ല നമ്മുടെ മുസ്ലിം പറയാം, ഒമൻ ഹഖഖ മാ ഖാല അയിമ്മത്തുന, നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ അതെങ്ങാനും ഉറപ്പിച്ചു വെച്ചാൽ ലം യൽതഫിത്ത്, അവനെന്താവൂല, തിരിഞ്ഞു നോക്കില്ല. എവിടേക്ക്? ഇലാ തഗ്വീൽ മുഅ്തസിലത്തി, പുത്തനാശയക്കാരനായ മുഅ്തസിലത്തിന്റെ ഭയപ്പെടുത്തലിലേക്ക്. എന്തുകൊണ്ട് ഭയപ്പെടുത്തുന്നവൻ? ബി അന്നല്ലാഹ യുരീദുൽ കുഫ്റ വ യുഹിബ്ബുഹു വയർല്ലാഹു, അല്ലാഹു തആല കുഫറിനെ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പൊരുത്തപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പെടുത്തുന്നു. വൽ ഇറാദത്തു വൽ മഹബ്ബത്ത്, അത് കഴിഞ്ഞു. പേടിപ്പെടുത്തുന്നു എന്നതിലേക്ക് അള്ളാഹുവിന്റെ പണ്ഡിതന്മാര് നമ്മോട് ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉറപ്പിച്ചു വെച്ചാൽ അല്ലാതെ തിരിഞ്ഞു നോക്കൂല. എന്താ പറഞ്ഞത്? കുഫർ ഇതൊക്കെ അള്ളാഹ് ഉദ്ദേശിക്കുന്നു എന്നല്ലാതെ അടിയങ്ങൾ കാഫിറാവാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, കുഫർ ആവരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പോന്നിട്ടുണ്ട്. അത്തരം വിശദീകരണങ്ങൾ ശരിക്കും മനസ്സിലാക്കി അവിടെ വെച്ചാൽ പിന്നെ ബിദ്അത്തുകാർ എങ്ങനെ നുഴഞ്ഞു കയറിയാലും നമുക്ക് തടുക്കാൻ കഴിയും. ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ ഇറാദത്ത്, മഹബ്ബത്ത്, റിള, അതൊക്കെ ഒരർത്ഥം തന്നെയാണ്. ഉദ്ദേശം, പൊരുത്തം, ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാ. മഹാൻ പറയുന്നു, ഖൗലുൽ ഹഖ്, ഹഖായ ഖൗല്, വലാ യർളാ ലിഇബാദിൽ കുഫ്റ, കുഫറിനെ അടിയങ്ങൾക്ക് അല്ലാഹു തആല ഇഷ്ടപ്പെടൂല.
വൽ മുറാദു ബിഹി അൽ ഇബാദു അൽ മുവഫഖൂന ലിൽ ഈമാൻ. ഇബാദ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഇബാദുൽ മുവഫഖൂന ലിൽ ഈമാനി, ഈമാനിലേക്ക് തൗഫീഖ് നൽകപ്പെട്ടതായ അടിയങ്ങള് എന്ന. അത്തരം അടിയങ്ങൾക്ക് കുഫറിനെ അള്ളാഹു ഇഷ്ടപ്പെടൂല എന്ന എന്റെ ഉദ്ദേശം. അള്ളാഹുവിലേക്ക് എന്ത് ചെയ്തു? ആ അടിയങ്ങളെ ചേർക്കപ്പെടുകയും ചെയ്തല്ലോ. അത് അവർക്കുള്ള സ്റ്റാൻഡേർഡും കൂടിയാണ് അല്ലെ. വലായർന്ന അള്ളാഹു ഇഷ്ടപ്പെടില്ല. അക്തേര വാക്കെന്താ? യഥാർത്ഥ വാക്ക് വലായർല്ല, അള്ളാഹു ഇഷ്ടപ്പെടില്ല. ഇബാദിഹി, അവന്റെ അടിയങ്ങൾക്ക്, അവന്റെ, അത് അള്ളാഹുവിലേക്ക് ചേർത്തു. അപ്പൊ അവിടെ തശ്രീഫ് ഉണ്ട്. ആ അടിയങ്ങൾ ഏതാ ഉദ്ദേശിച്ചവിടെ? ഈമാനിലേക്ക് തൗഫീഖ് നൽകപ്പെട്ട അടി. അപ്പൊ മോമിനീങ്ങൾ, ആ മോമിനീങ്ങൾക്ക് അള്ളാഹു തആല കുഫറിനെ ഇഷ്ടപ്പെടൂല. അപ്പൊ തശ്രീഫ് ഉണ്ട്, അവർക്ക് സ്ഥാനം നൽകിക്കൊണ്ടാണ് ഇബാദ് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്. തെളിവ് ലിഖൗലിഹി തആല, അള്ളാഹു തആല പറഞ്ഞില്ലേ, ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹ്, ഒരു പുഴ, ആ പുഴയിൽ അള്ളാഹുവിന്റെ അടിയങ്ങൾ കുടിക്കും. ഈ അടിയങ്ങൾ അള്ളാഹിന്റെ എന്ന് പറയും ഹവാസുഹും, അള്ളാഹുവിന്റെ പ്രത്യേക ആളുകളാ. അത് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ചവർ എന്നർത്ഥം. ലാ കുല്ലുഹും, എല്ലാവരുമല്ല. വല്ലാഹു അഅലം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ബർക്കത്തിന് വേണ്ടി പറഞ്ഞ യഥാർത്ഥമൊക്കെ അള്ളാഹ്ക്കറിയാം. ഇന്ദഹ, ഈ ഫായിദ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ ആകത്തുക ഖദർ കൊണ്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കേണ്ട നിലപാടുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അഥവാ എല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. ഖദറും ഖൈറും ഷർറും ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും നമ്മോട് ചെയ്യാൻ പറഞ്ഞതായ അള്ളാഹിന്റെ കൽപ്പനയുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യും. ഇതും ഇറാദത്തുമായി ബന്ധമില്ല. കൽപ്പന എന്ന് വേറെ, ഇറാദത്തൊന്ന് വേറെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാദത്തനുസരിച്ചല്ല നമ്മുടെ പ്രവൃത്തി. നമ്മൾ അള്ളാഹ് കൽപ്പിച്ചു, ആ കൽപ്പന അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ആ കൽപ്പനയ്ക്കുള്ളതായ ഇഖ്തിയാർ അള്ളാഹ് തന്നിട്ടുണ്ട്. തെക്രീമും തെമ്മീസും അഖ്റും അള്ളാഹു തന്നിട്ടുണ്ട്. അതും അള്ളാഹിന്റെ പേരാണ്. അങ്ങനെ അള്ളാഹിന്റെ ഇറാദത്ത് അതുമായി ബന്ധിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതിനെ വികലമാക്കാൻ വന്ന ആളുകളെയാണ് നമ്മൾ മുഴുവനും പുറത്തു ചാടിച്ചത്. നാടന്മാർക്ക് പോലും ഈ ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിലൂടെയാണ് നമ്മുടെ ഹബീബ് എന്ന് പറയുന്ന ഷറഹിന്റെ മുസന്നിഫ് അവറുകൾ നമ്മോട് വിശദീകരിച്ചു തന്നത്. മറ്റു പല കിതാബുകളിൽ നിന്നും പ്രഗത്ഭന്മാരായ അഗ്രഗണ്യന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പടുക്കളായ ധീരന്മാരായിരിക്കുന്ന ഇമാം നബവി, ഇമാം ഗസാലി, ബഗവി ഇമാം, അതുപോലെ തന്നെ ഇബ്നു അൽ ഹൈതമി പോലത്തെ മഹാരഥന്മാരുടെ ഗ്രന്ഥത്താളുകളിൽ നിന്നും അവരുടെ മൊഴികളുമാണ് നമ്മോട് പറഞ്ഞു തന്നത്. ഇനി ഇൻഷാ അല്ലാഹ് 8ാമത്തെ ഫായിദ വിശദീകരിക്കാനുള്ളത്, മുസ്ലിമും ആയ സ്ത്രീ പുരുഷന്മാരുടെ മേലിൽ പഠിക്കൽ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്താകുന്നു, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതെന്താണെന്നുള്ള വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് 8ലെ ഫായിദയിലൂടെ നമുക്ക് പോവാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞത് നമ്മിൽ നിന്ന് അള്ളാഹു ഖബൂൽ ചെയ്ത് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെ ആഖിബത്ത് നന്നാക്കി കാമില ഈമാന്റെ കൂടെ മൗത്താക്കി ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബിയുടെ ജിവാറിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.